മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്നത് ഡംപ് സൈറ്റുകളാണ് ആളുകൾ കണ്ടിട്ടുള്ളൂ. അതല്ലാതെ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റിനെ നമ്മുടെ നാട്ടിലാരും കണ്ടിട്ടില്ല. പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും അറിയില്ലായിരുന്നു. സാധാരണ ഒരു കവർ വാങ്ങുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് കുറെ ആദ്യമൊക്കെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നു. ഇപ്പോഴാണ് അത് സംരക്ഷിക്കാൻ പഠിച്ചത്. മാലിന്യം സംസ്കരിക്കുന്ന സമയത്ത് ചില്ലുകൾ വരാറുണ്ട്, പാമ്പേഴ്സ് അങ്ങനത്തെ സാധനങ്ങൾ വരാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മളെ പോലുള്ളവരുടെ വീട്ടിൽ നിന്നാണല്ലോ ഈ മാലിന്യങ്ങൾ കൊടുത്തുവിടുന്നത്. 60 മെട്രിക് ടൺ ആണ് നമുക്ക് പെർ ഡേ കപ്പാസിറ്റി ഉള്ളത്. 60 മെട്രിക് ടൺ നമ്മളിവിടെ പ്രോസസ് ചെയ്തിട്ട് വൃത്തിയായിട്ട് ഡിസ്പോസൽ ചെയ്യേണ്ട മെറ്റീരിയൽ ഡിസ്പോസൽ ഏരിയയിലോട്ടും റീസൈക്കിൾ ചെയ്യേണ്ട മെറ്റീരിയൽ റീസൈക്കിൾസ് ഏരിയയിലോട്ടും നമ്മൾ കൈമാറുന്നുണ്ട്. സോ ഗ്രീൻ ഹോംസ് എന്ന് ഞങ്ങൾ സ്വയം പരിചയപ്പെടുത്താൻ ഒരു സാമൂഹിക സംരംഭം എന്നാണ്. ഇനി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിന്റെ പ്രവർത്തകർ, അവരുടെ ഒരു സംരക്ഷണം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഒക്കെ തന്നെ സർക്കാരിന്റെ ഒരു ശ്രദ്ധ ഉണ്ടാകണം. സർക്കാർ കൂടി ഇവരെ ചേർത്ത് പിടിക്കണം.